ഞങ്ങളെല്ലാരും നിങ്ങൾ മാത്രം വരുന്നിട്ട് ചോരണ്ടേ ഇപ്പൊ ആളാ കസ്റ്റമറെ കൊണ്ട് പുറത്താക്കണം. ലേറ്റ് പോയി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ വേണ്ടിയുള്ള നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഈ ടൈം എല്ലാവർക്കും ബാധകമാണ്, ഞങ്ങൾക്ക് മാത്രമല്ല. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് തൊഴിലാളി സംഘടനകളുടെ അഖിലേന്ത്യാ പണിമുടക്ക് തുടരുന്നു. 10 തൊഴിലാളി യൂണിയനുകളാണ് രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുന്നത്. തൊഴിൽ നിയമം, സ്വകാര്യവൽക്കരണം, കരാർ തൊഴിൽ വ്യാപകമാക്കൽ തുടങ്ങിയവ പിൻവലിക്കണം എന്നതടക്കമുള്ള 17 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടക്കുന്നത്. ആവശ്യ സേവനങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സംഘപരിവാർ സംഘടനയായ BMS പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഡൽഹിയിലും മുംബൈയിലും പണിമുടക്ക് ബാധിച്ചിട്ടില്ല. ചെന്നൈയിലും ബംഗളൂരുവിലും ജനജീവിതം സാധാരണ നിലയിലാണ്. വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ട്രെയിൻ, മെട്രോ സർവീസുകളെ പണിമുടക്ക് കാര്യമായി ബാധിച്ചിട്ടില്ല. എന്നാൽ ബംഗാൾ ജാദവ്പൂരിൽ ട്രെയിൻ തടയാൻ ശ്രമം നടന്നു. ജാദവ്പൂരിൽ ഡ്രൈവർമാർ ഹെൽമറ്റ് ധരിച്ചാണ് ജോലിക്കെത്തുന്നത്. ബീഹാറിൽ സമരാനുകൂലികൾ ട്രെയിൻ തടയുകയും ദേശീയപാതയിൽ ടയറുകൾ കത്തിച്ച് റോഡ് ഉപരോധം തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ അഖിലേന്ത്യാ പണിമുടക്കിൽ ജനം വലഞ്ഞിരിക്കുകയാണ്. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്താത്തതിനാൽ യാത്രക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് KSRTC സർവീസ് നടത്തുന്നില്ല. എറണാകുളം KSRTC ഡിപ്പോയിൽ ബസ് തടഞ്ഞു. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് RCCയിലേക്കും മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര എന്നിവിടങ്ങളിലേക്കും പോലീസ് പ്രത്യേക സർവീസുകൾ നടത്തുന്നത് രോഗികൾക്ക് ആശ്വാസമായി. കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. ട്രെയിൻ സർവീസുകളും കേരളത്തിൽ സാധാരണ നിലയിലാണ്. ആലപ്പുഴയിൽ KSRTC ബസ്സുകളും ബോട്ടുകളുമില്ല. ചമ്പക്കുളത്ത് പോലീസ് സംരക്ഷണയിലാണ് സർവീസ് നടക്കുന്നത്. നെടുമങ്ങാട് ഡിപ്പോയിൽ KSRTC ബസ്സുകൾ തടഞ്ഞു. മലപ്പുറം വളാഞ്ചേരിയിൽ സ്മാർട്ട് ബസാർ അടക്കമുള്ള സ്ഥാപനങ്ങൾ രാവിലെ തുറന്നെങ്കിലും സമരക്കാർ ഇവ അടപ്പിച്ചു. സ്ഥാപനത്തിലെത്തിയ ജനങ്ങളെ ഇറക്കിവിട്ടാണ് അടപ്പിച്ചത്. നിരത്തിലോടിയ KSRTC ബസ്സുകളും സമരാനുകൂലികൾ തടഞ്ഞു. പിന്നീട് പോലീസ് എത്തിയാണ് ബസ് കടത്തിവിട്ടത്. നിങ്ങൾ പറഞ്ഞിരുന്നില്ല, പണിമുടക്കില്ലെങ്കിൽ വേണ്ട. നാലാളെ വെച്ച് 10 അവർക്ക് അങ്ങോട്ട് പോയല്ലേ. 4 ആൾക്കും വേണ്ടിയിട്ട് വണ്ടി ഓടുക. എണ്ണ കത്തണ്ടേ ഒന്നുമില്ലെങ്കിൽ അല്ലേ? സംഭവം തരണ്ടേ, പട്ടി തരണ്ടേ, ഒക്കെ തരണ്ടേ? അതിൽ 4 ആളെ പിന്നെ എടുക്കാൻ പറ്റും. ഉളുപ്പിക്കട തന്നെ ഒന്നുമില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്ന സ്ഥാപനമല്ലേ? കോഴിക്കോട് പാവങ്ങാട് ഡിപ്പോയിലും ബസ്സുകൾ തടഞ്ഞു. കൽപ്പറ്റയിൽ വാഹനങ്ങൾ തടയുന്നുണ്ട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തും KSRTC സർവീസ് നടത്തുന്നില്ല. ജോലിക്കെത്തിയവരും സമരക്കാരും തമ്മിൽ തർക്കമുണ്ടായി. സമരക്കാർ ബസ്സുകൾ ഇവിടെയും തടയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ.